ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദിനാമയത്ത് എഴുതിയ ബ്രൈറ്റ്സ് ആർ നോട്ട് ഫോർ ബേണിംഗ് എന്ന നാടകമാണ്. ആദ്യം നമുക്ക് റൈറ്ററെ പറ്റി നോക്കാം. ദിനാമയത്ത ഈസ് ആൻ അക്ലൈംഡ് ഓഥർ ആൻഡ് പ്ലേറൈറ്റ്. ദിനാമയത്ത പ്രശസ്ത എഴുത്തുകാരിയും നാടകകൃത്തുമാണ്. ദിനാമയത്ത ഈസ് എ റിനൗണ്ട് ഇന്ത്യൻ പാർസി നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പ്ലേറൈറ്റ് who often explores themes of gender injustice, feminism, and societal hypocrisy. Based in Mumbai, she served as the fiction editor for the Illustrated Weekly of India from 1976 to 1982. ലിംഗ അനീതി, സ്ത്രീവാദം, സാമൂഹിക കാപട്യം എന്നിവയുടെ വിഷയങ്ങൾ പലപ്പോഴും പര്യവേക്ഷണം ചെയ്യുന്ന പ്രശസ്ത ഇന്ത്യൻ പാർസി നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകകൃത്ത് എന്നിവയാണ് ദിനാമേത്ത. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവർ 1976 മുതൽ 1982 വരെ ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യയുടെ ഫിക്ഷൻ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചു. ഇനി അവരുടെ നോട്ടബിൾ വർക്ക്സ് നോക്കാം. ഷീ ഈസ് എ ഫേമസ് ഫോർ ഹർ പ്രൈസ് വിന്നിംഗ് പ്ലേ ബ്രൈറ്റ്സ് ആർ നോട്ട് ഫോർ ബേണിംഗ്, വിച്ച് won first prize in the 1979 BBC International Playwriting Competition, and novels like And Some Take a Lover 1992. 1979 BBC ഇൻ്റർനാഷണൽ നാടകരചനാ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ബ്രൈറ്റ്സ് ആർ നോട്ട് ഫോർ ബേണിംഗ് എന്ന നാടകത്തിനും ആൻഡ് സം ടേക്ക് എ ലവർ പോലുള്ള നോവലുകൾക്കും അവർ പ്രശസ്തരാണ്. ഇനി അവരുടെ വർക്കിലെ തീംസ് നോക്കാം. ഹർ വർക്ക് പ്രൊവൈഡ്സ് ഷാർപ്പ് സോഷ്യൽ കമൻട്രി ഓൺ ദ പാർസി കമ്മ്യൂണിറ്റി ആൻഡ് ഹൈലൈറ്റ്സ് വുമൻസ് റെസിലിയൻസ് ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി. അവരുടെ കൃതികൾ പാർസി സമൂഹത്തെക്കുറിച്ച് മൂർച്ചയുള്ള സാമൂഹിക വ്യാഖ്യാനം നൽകുകയും പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രതിരോധശേഷി എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. ഈ നാടകത്തിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്ത്രീധന സമ്പ്രദായത്തിൻ്റെയും പുരുഷാധിപത്യ അക്രമത്തിൻ്റെയും ഭീകരതകൾ തുറന്നുകാട്ടുന്ന ശക്തമായ ഒരു നാടകമാണ് ദിനാമേത്തയുടെ ബ്രൈറ്റ്സ് ആർ നോട്ട് ഫോർ ബേണിംഗ് എന്ന നാടകം. അത്യാഗ്രഹികളായ ഭർതൃ വീട്ടുകാരുടെ കൈകളാൽ തൻ്റെ സഹോദരിയുടെ ദാരുണമായ ആകസ്മിക മരണത്തിന് പിന്നിലെ സത്യം കണ്ടെത്താനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു യുവതിയുടെ അന്വേഷണത്തെയാണ് ഇത് പിന്തുടരുന്നത്. നിഷ്ക്രിയയും സൗമ്യയുമായ ലക്ഷ്മി അടുക്കളയിൽ ഗുരുതരമായ പൊള്ളലേറ്റ് മരിക്കുന്നു. ഇത് ഒരു അപകടമാണെന്ന് അവളുടെ ഭർതൃ വീട്ടുകാർ അവകാശപ്പെടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സ്ത്രീധന കൊലപാതകമാണെന്ന് അവളുടെ കുടുംബത്തിൻ്റെ അനന്തമായ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തതിനാൽ ഉണ്ടായതാണ് ഈ മരണം. ഇതിലെ കഥാപാത്രമാണ് മാലിനി. ലക്ഷ്മിയുടെ ഇളയ സഹോദരി മാലിനി ഒരു തുറന്ന വിമതയാണ്. വിധേയയായ സഹോദരിയിൽ നിന്ന് വ്യത്യസ്തമായി സത്യം തുറന്നു കാട്ടാനും ലക്ഷ്മിയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും നീതിപീഠത്തിലേക്ക് കൊണ്ടുവരാനും മാലിനി ദൃഢനിശ്ചയം ചെയ്യുന്നു. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ലക്ഷ്മി ആൻഡ് മാലിനി. ലക്ഷ്മി മരിക്കുകയാണ് അവളുടെ ഭർതൃ വീട്ടുകാരുടെ കാരണങ്ങൾ കൊണ്ട്. അതൊരു സാധാരണ മരണമായിട്ട് കൊണ്ടുവരാൻ അവളുടെ ഭർതൃ വീട്ടുകാർ ശ്രമിച്ചെങ്കിലും അവളുടെ സഹോദരിയായ മാലിനി മുന്നോട്ട് വരികയാണ്. ഇനി ഈ നാടകത്തിലെ അഴിമതിയെ പറ്റി നോക്കാം. ലക്ഷ്മിയുടെ സമ്പന്നരായ ഭർതൃ വീട്ടുകാർ കുറ്റകൃത്യം മറച്ചു വെക്കാൻ കൈക്കൂലി നൽകുന്നതിനാൽ മാലിനിയുടെ അന്വേഷണത്തിന് അഴിമതിക്കാരായ അധികാരികൾ തടയിടുന്നു. ഇതിൽ അടുത്ത ക്യാരക്ടറാണ് അനിൽ. മാലിനിയുടെ അന്വേഷണത്തിൽ അവളെ സഹായിക്കുന്ന വിവാഹ വ്യവസ്ഥക്കുള്ളിലെ കടുത്ത അനീതികൾക്കൊടുവിൽ മനസ്സിലാക്കുന്ന ഒരു പിന്തുണയുള്ള പുരുഷ വ്യക്തിത്വമാണ് അനിൽ. ഇതിലെ കോർ തീമുകൾ നോക്കാം. പുരുഷാധിപത്യ സങ്കീർണത. ലക്ഷ്മിയുടെ അമ്മായിയമ്മ, സഹോദരിമാർ തുടങ്ങിയ സ്ത്രീകൾ എങ്ങനെയാണ് പീഡനം തുടരുന്നതെന്ന് നാടകം വിമർശിക്കുന്നു. അടുത്തത് അത്യാഗ്രഹവും വർഗവും. വിവാഹത്തെ ഒരു അഴിമതി ഇടപാടായി ചിത്രീകരിക്കുന്നു. അവിടെ വധുവിനെ സ്ത്രീധന സ്വത്ത് ശേഖരിക്കാനുള്ള ഒരു പാത്രമായി മാത്രം കണക്കാക്കുന്നു. അടുത്തത് സ്ത്രീ ശാക്തീകരണം. സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പരമ്പരാഗത വിധേയത്വപരമായ വേഷങ്ങളും റാഡിക്കൽ പുരുഷന്മാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങളും നിരസിക്കാൻ മാലിനി പഠിക്കുന്നു. ഒടുവിൽ സ്വന്തം സ്വതന്ത്ര പാത കെട്ടുപടുക്കാൻ തിരഞ്ഞെടുക്കുന്നു. ഇതിലെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ നാടകത്തിൻ്റെ ആത്യന്തിക പ്രബന്ധത്തെ തലക്കെട്ട് സംഗ്രഹിക്കുന്നു.
അത്യാഗ്രഹത്തിനും പിത്രാധിപത്യ ദുരാഗ്രഹത്തിനും വേണ്ടിയുള്ള ആചാരപരമായ ത്യാഗങ്ങളായി വധുക്കളെ കണക്കാക്കരുത് എന്ന തിരിച്ചറിവിലാണ് ഈ നാടകം കലാശിക്കുന്നത്. ബ്രൈഡ്സ് ആർ നോട്ട് ഫോർ ബേണിംഗ് ഈസ് എ 2-act play by Dina Mehta exploring the dowry system and patriarchal violence in India. ഇന്ത്യയിലെ സ്ത്രീധന സമ്പ്രദായത്തെയും പുരുഷാധിപത്യ അക്രമത്തെയും കുറിച്ച് ദിന മേത്ത എഴുതിയ 2 അംഗ നാടകമാണ് ബ്രൈഡ്സ് ആർ നോട്ട് ഫോർ ബേണിംഗ്. The plot centers on Lakshmi, a bride who is tragically killed by her in-laws. While her family accepts the death as an accident, her sister Malini seeks justice and exposes the grim reality of domestic abuse. ഭർത്താവിൻ്റെ ബന്ധുക്കളാൽ ദാരുണമായി കൊല്ലപ്പെടുന്ന വധുവായ ലക്ഷ്മിയെ ചുറ്റിപ്പറ്റിയാണ് ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം. മരണത്തെ ഒരു അപകടമായി അവളുടെ കുടുംബം അംഗീകരിക്കുമ്പോൾ അവളുടെ സഹോദരി മാലിനി നീതി തേടുകയും ഗാർഹിക പീഡനത്തിൻ്റെ ഭീകരമായ യാഥാർത്ഥ്യം തുറന്നു കാട്ടുകയും ചെയ്യുന്നു. ഇനി കീ പ്ലോട്ട് പോയിൻറ്റ്സ് നോക്കാം. ദി ഡെത്ത്. ദ പ്ലേ ഓപ്പൺസ് വിത്ത് ലക്ഷ്മീസ് ഫാമിലി മോർണിംഗ് ഹെർ ഡെത്ത്, വിച്ച് ഹെർ ഇൻ-ലോസ് ആൻഡ് കറപ്റ്റ് പോലീസ് ഓഫീഷ്യൽസ് ക്ലെയിം വാസ് എ കുക്കിംഗ് ആക്സിഡൻറ്റ്. ലക്ഷ്മിയുടെ മരണത്തിൽ അവളുടെ കുടുംബം വിലപിക്കുന്നതോടെയാണ് ഈ നാടകം ആരംഭിക്കുന്നത്. പാചകത്തിനിടെ ഉണ്ടായ ഒരു അപകടമാണിതെന്ന് അവളുടെ ഭർതൃ വീട്ടുകാരും അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരും അവകാശപ്പെടുന്നു. അടുത്തത് ദ കോസ്, കാരണം. ഇൻ റിയാലിറ്റി ലക്ഷ്മി വാസ് സബ്ജക്റ്റഡ് ടു സെവർ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ബിക്കോസ് ഹർ ഫാദർ കുഡ് നോട്ട് ഫുൾഫിൽ ദ എൻലെസ് ഗ്രീഡി ഡൗറി ഡിമാൻഡ്സ് ഓഫ് ഹർ ഹസ്ബൻഡ്സ് ഫാമിലി. യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ അനന്തവും അത്യാഗ്രഹവുമായ സ്ത്രീധന ആവശ്യങ്ങൾ നിറവേറ്റാൻ അവളുടെ പിതാവിന് കഴിയാത്തതിനാൽ ലക്ഷ്മി കഠിനമായ വൈകാരികവും ശാരീരികവുമായ പീഡനത്തിന് ഇരയായി. അതാണ് കാരണം. ദ ഇൻവെസ്റ്റിഗേഷൻ. മാലിനി ആൻഡ് ഹെർ ഫ്രണ്ട്, ലേറ്റർ ഫിയാൻസി, അനിൽ refused to accept the official narrative. They conduct their own investigation and uncover the truth of how she was systematically tortured. മാലിനിയും അവളുടെ സുഹൃത്ത് പിന്നീട് പ്രതിശ്രുതവരനായി മാറി അനിലും ഔദ്യോഗിക വിവരണം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. അവർ സ്വന്തം അന്വേഷണം നടത്തി അവൾ എങ്ങനെ ആസൂത്രിതമായി പീഡിക്കപ്പെട്ടു എന്ന് സത്യം പുറത്തു കൊണ്ടുവരുന്നു. The climax and resolution. The play highlights how both men and complicit female in-laws enforce this deadly patriarchal oppression. It culminates with a strong stand against the ritualistic sacrifice of women to greed. ഇതിലെ ക്ലൈമാക്സും അതിൻ്റെ പരിഹാരം നോക്കാം. പുരുഷന്മാരും അവരിൽ പങ്കാളികളായ സ്ത്രീ ബന്ധുക്കളും ഈ മാരകമായ പുരുഷാധിപത്യ അടിച്ചമർത്തലിനെ എങ്ങനെ നടപ്പിലാക്കുന്നുവെന്ന് ഈ നാടകം എടുത്തു കാണിക്കുന്നു. സ്ത്രീകളെ ആചാരപരമായി അത്യാഗ്രഹത്തിന് ബലിയർപ്പിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിലൂടെയാണ് ഈ നാടകം അവസാനിക്കുന്നത്. കോർ തീംസ്. ഡൗറി വയലൻസ് exposes the lethal consequences of greed and the dowry system where women are treated as commodities. സ്ത്രീധന അതിക്രമം. സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കണക്കാക്കുന്ന അത്യാഗ്രഹത്തിൻ്റെയും സ്ത്രീധന സമ്പ്രദായത്തിൻ്റെയും മാരകമായ അനന്തരഫലങ്ങൾ തുറന്നു കാട്ടുകയാണ് ഈ നാടകം. പാട്രിയാർക്കി ആൻഡ് കോംപ്ലിസിറ്റി highlights how women are often conditioned to act as oppressors to maintain patriarchal dominance over other women, like the mother-in-law. മറ്റ് സ്ത്രീകളുടെ മേൽ പുരുഷാധിപത്യ ആധിപത്യം നിലനിർത്തുന്നതിനായി സ്ത്രീകൾ, അതായത് അമ്മായിയമ്മ പോലുള്ള ആൾക്കാരെ പലപ്പോഴും അടിച്ചമർത്തലുകളായി പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നത് എങ്ങനെയെന്ന് ഈ നാടകം എടുത്തു കാണിക്കുന്നു. ഫീമെയിൽ റെസിസ്റ്റൻസ്. മാലിനി serves as the voice of the angry woman, defying societal norms and fighting for truth and gender equality. സാമൂഹിക മാനദണ്ഡങ്ങളെ ധിക്കരിക്കുകയും സത്യത്തിനും ലിംഗസമത്വത്തിനും വേണ്ടി പോരാടുകയും ചെയ്യുന്ന
കോപകുലമായ സ്ത്രീയുടെ ശബ്ദമായി ഇതിലെ മാലിനി പ്രവർത്തിക്കുന്നു. ഇതിൽ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടുകയാണ് മാലിനി.